തമാശക്കാരെന്നോട് പറഞ്ഞ റബീഉൽ എന്റെ നാട്ടിലെങ്ങാനും റബീഉൽ എന്നും മൗലൂദാണ് മൂല്യന്മാർക്ക്. എന്റെ നാട്ടിലെങ്ങാനും റബീഉൽ മാസത്തിൽ റസൂലുള്ള വന്നാല് ജനങ്ങളൊക്കെ റസൂലുള്ളാഹിനെ കാണാനും പായും, മൂല്യന്മാരൊക്കെ മൗലൂദിനും പായും. തമാശക്കാരെന്നോട് ഒന്നാലും ചെല്ലുമ്പോ എന്റെ നാട്ടിലെങ്ങാനും റബീഉൽ മാസത്തില് നൂറുസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ള വന്നിറങ്ങിയാൽ നാട്ടുകാര് സാധുക്കൾ മുഴുവനും എന്തിനു പായും? റസൂലുള്ളാഹിനെ കാണാൻ പായും. മൂല്യന്മാരൊക്കെ മൗലൂദിനും. അതെന്താന്ന് വെച്ചാൽ അതെന്നല്ല, ഓൽക്കത് കഴിഞ്ഞാൽ ചോറ് കിട്ടും, പൈസയും കിട്ടും. ഓൽക്കത് കഴിഞ്ഞാൽ ചോറ് കിട്ടും, പൈസയും കിട്ടും. ഇത് തമാശക്കാരെന്നോട് പറഞ്ഞാണ്, പക്ഷെ എന്നോട് പറഞ്ഞതാണ്. ആ തമാശക്കാർക്ക് ജീവിച്ചിരിപ്പുണ്ട്, ജീവിച്ചിരിപ്പുള്ള ആളുണ്ട്. കുറ്റപ്പെടുത്തല്ല. ഇയാളെ ഒരു നാടന്മാർക്ക് വരെ ഈ ധാരണയിലെത്തിയില്ലേ? എന്തുകൊണ്ട്? നമ്മളെ കൽബിൽ ആരില്ലാതായി ഹബീബ റസൂലുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, റഹ്മത്തുള്ളാഹി കാസിമി ഒരു കോമഡി പറഞ്ഞതാണ് ഇപ്പം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അദ്ദേഹത്തിനോട് ആരോ തമാശയ്ക്ക് പറഞ്ഞത് അദ്ദേഹം അത് പൊതുവേദിയിൽ വന്ന് വിളമ്പിയതാണ്. സംഗതി ഒരു തമാശയാണ് എങ്കിലും അത് യാഥാർത്ഥ്യമുണ്ട്. കാരണം ഞാനൊക്കെ ആ വിഭാഗത്തിൽ പെട്ട് പോയതാണല്ലോ. 23 വർഷക്കാലത്തോളം ഞാൻ സമസ്ത കൂടാരത്തിലായിരുന്നു, ഇവരുടെ തന്നെ കൂട്ടത്തിലായിരുന്നു, ഈ ഗ്രൂപ്പിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് പറയുന്നത് കോമഡിയാണെങ്കിലും ആലോചിക്കുമ്പോൾ അതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരു തമാശ പറഞ്ഞാൽ പിന്നെ അത് കാര്യമായിരിക്കും, കാര്യം പറഞ്ഞാൽ അത് ഫുൾ കോമഡി ആയിരിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ജദീബിന്റെ ഹാലിലേക്ക് എത്തിയിട്ടുണ്ടേ. അതായത് ഈ സമസ്ത മുസ്ലിയാക്കന്മാർ ഇപ്പൊ റബീഉൽ അവ്വലിനൊക്കെ ഇപ്പൊ പ്രവാചകൻ വരികയാണെങ്കിൽ എല്ലാവരും നബീനെ കാണാൻ വേണ്ടി ഓടും. മുസ്ലിയാക്കന്മാര് മൗലിദിന് പോകും. എന്താ കാര്യം? അവിടെ ചോറ് കിട്ടും. സത്യമാണത്. കാരണം അങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറി മുസ്ലിയാക്കന്മാര്. അതായത് ശമ്പളത്തിനും ഭക്ഷണത്തിനും മാത്രം ജീവിക്കുന്ന ഒരു വിഭാഗം. അവര് ദൗത്യം അതല്ല. ഞാൻ ഇദ്ദേഹത്തിനോട് തമാശയ്ക്ക് പറഞ്ഞതാകാം, അതാകട്ടെ ഇദ്ദേഹം തമാശയായിട്ട് അത് വേദിയിൽ പറഞ്ഞതാണ്. ഞാൻ ആ പറഞ്ഞതിനെ പറ്റി അല്ല പറയുന്നത്. പക്ഷെ അതിൽ ചില അദ്ദേഹം കോമഡി ആയിട്ട് അവതരിപ്പിച്ചുവെങ്കിലും തമാശയായിട്ട് പറഞ്ഞുവെങ്കിലും സദസ്യരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അദ്ദേഹം അത് പറഞ്ഞതാണെങ്കിൽ അതിൽ യാഥാർത്ഥ്യമുണ്ട്. ആലോചിച്ച് നോക്കിയാൽ അത് വളരെ വ്യക്തമാണ്, സത്യമാണത്. കാരണം മുസ്ലിയാക്കന്മാര് പള്ളിയിൽ നിൽക്കുന്നത് ശമ്പളത്തിനും അതോടൊപ്പം തന്നെ ഭക്ഷണത്തിനും വേണ്ടി മാത്രമാണ്. അവരെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് അവർ പാലിക്കുന്നില്ല. അവർക്ക് മദ്രസ പഠിപ്പിക്കണം, അത് സമസ്തയിൽ നിന്ന് അടിച്ചിറക്കുന്ന കുറെ പുസ്തകങ്ങളുണ്ട്. അതാണ് സമസ്ത എന്ത് പഠിപ്പിക്കുന്നോ അത് ഇത്തിബാഗ് ചെയ്ത് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന അവർ പുതിയ തൊട്ട് പഠിക്കുകയില്ല, പഠിച്ച തൊട്ട് മറക്കുകയില്ല. ഈ പുതിയ അവർക്ക് സമസ്ത കൊടുക്കുന്ന ഒട്ടുമിക്ക ഞാൻ പലപ്പോഴും പറയലുണ്ട്. കാരണം വെച്ചാല് ഈ സമസ്ത പള്ളികളിൽ നിൽക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് ചിലവർക്ക് യാഥാർത്ഥ്യമൊക്കെ അറിയും, പക്ഷെ എങ്കിലും സമസ്തയെ ധിക്കരിക്കാൻ അവർക്കാകില്ല. അതുകൊണ്ട് സമസ്ത കൊടുക്കുന്ന സർക്കുലർ എന്താണോ അതിൻ്റെ അപ്പുറത്തേക്ക് ചലിക്കാൻ അവർ തയ്യാറല്ല. കാരണം അവർ ജോലി പോകും, അവർക്ക് പണമാണ് ആവശ്യം, അവർക്ക് ഭക്ഷണമാണ് ആവശ്യം. അതിനു വേണ്ടിയാണ് ഇവർ ഈ സമസ്തയുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോണത്. അള്ളാഹിനെ പേടിക്കുകയും കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ ദീന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗമാണ് എങ്കിൽ സമസ്ത ഇവരെ മുമ്പേ പുറത്താക്കും. കാരണം ഇമാമത്ത് നിൽക്കാനും മദ്രസ അധ്യാപകരാകാനുള്ള ചില ക്വാളിഫിക്കേഷൻ സമസ്തയുടെ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പള്ളിയിലെ ഖത്തീബാകാൻ പറ്റുള്ളൂ, മദ്രസ അധ്യാപകനാകാൻ പറ്റുള്ളൂ, ഖാദി സ്ഥാനത്തേക്ക് വരാൻ പറ്റുള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആണ്ട് മരിച്ചവർക്ക് ഫാത്തിഹ, ഇങ്ങനെയുള്ള കുറെ കുത്തുബിയത്ത്, മൗലിദ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതിനെ എതിർക്കുന്നവർ പള്ളി നിൽക്കാൻ പാടില്ല എന്നാ. അതുമായിട്ട് ബന്ധപ്പെട്ട് പള്ളി ദീനി ദേവത്തെയാണ് ഇവർ പറയുന്ന ദീന്, ആ ദീനുമായിട്ട് സമസ്ത മതം അത് പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയാൻ മരിച്ചവരെ വിളിക്കണം എന്നാ. അങ്ങനെ വിളിക്കുന്നവർക്ക് മാത്രമേ പള്ളി നിൽക്കാൻ പറ്റുള്ളൂ, സമസ്ത പള്ളിയിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് സമസ്തയെ എത്തിബാഗ് ചെയ്യാണ്. സമസ്ത എന്താണോ പഠിപ്പിച്ചത് അതിൻ്റെ അപ്പുറത്തേക്ക് മുസ്ലിയാക്കന്മാർ നീങ്ങൂല. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞത്, ഈ ദഅവത്ത് അതേപോലെ തന്നെ മതപ്രഭാഷണം, പാതിര വഴലുകള്, ഇതൊക്കെ കുടുംബജീവിതത്തിനും വരുമാനത്തിനും വേണ്ടി മാത്രമാണ് എന്ന് വന്നാൽ കൃത്യമായിട്ട് അവർക്ക് തൗഹീദ് പറയാൻ കഴിയില്ല.
ഇത് മുസ്ലിയാക്കന്മാർ സമസ്താലയത്തെ ചേളാറ്റിൽ കൊണ്ടുപോയിട്ട്, അല്ല മറ്റൊരാണെങ്കിൽ മർക്കസിൽ കൊണ്ടുപോയിട്ട് തല പണയം വെക്കും ആദ്യമായിട്ട്. എന്നിട്ട് ഇവർ കൊടുക്കുന്ന നോട്ട്, ഇവർ പഠിപ്പിക്കുന്ന മദ്രസ ബുക്കുകൾ, ഇവർ കൊടുക്കുന്ന സർക്കുലർ, അത് ഇത്തിവാഹി ചെയ്ത് അങ്ങനെ കൊണ്ടുപോവുകയാണ്. റഹ്മത്തുള്ളാഹി കാസിമി കോമഡി പറഞ്ഞതിൽ യാഥാർത്ഥ്യമാണത്. കാരണം അവര് ഭക്ഷണത്തിനും അതോടൊപ്പം ശമ്പളത്തിനും മാത്രം നിൽക്കുകയാണ്, ദീൻ നിലനിർത്താൻ വേണ്ടി നിൽക്കല്ല. പിന്നെ സമസ്ത കൊടുക്കുന്ന ഈ ഷിയാക്കളുടെ ഈ പിന്നെ കുറെ ചിട്ടകളുണ്ട്, അവരുടെ കുറെ ആചാരങ്ങളുണ്ട്. അങ്ങനെ മാലയും മൗലിദും ഹദ്ദാദും ഒക്കെ മദ്രസ കുട്ടികൾക്ക് പഠിപ്പിച്ച് സാഹിത്യ സമാജത്തിൽ കൂടെയും അതോടൊപ്പം തന്നെ ഷിർക്കും അതോടൊപ്പം തന്നെ ബിദ്അത്തും ഇതെല്ലാം കൂട്ടിക്കലർത്തി ഒരു സമുദായത്തിനെ വളർത്തിയെടുക്കുക. ഭാവിയിൽ വരുന്ന ഈ പിന്നെ തലമുറയാണ് കുട്ടികൾ, മദ്രസ കുട്ടികൾ. അവർക്ക് കൃത്യമായി ദീൻ കൊടുക്കുന്നതിന് പകരം അവർക്ക് കൊടുക്കുന്നത് ഈ മാലപ്പാട്ടുകളും ഈ ഷിയായിസുമാണ്. അത് എവിടുന്നാ കിട്ടിയത്? അത് സമസ്ത പണ്ഡിതന്മാർ ഇവർക്ക് കൊടുക്കുക, മുസ്ലിയാക്കന്മാർക്ക് കൊടുക്കുകയാണ്, അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ വരും തലമുറയെ പോലും ഇവരെന്ത് ചെയ്യുന്നു? പിഴപ്പിക്കുന്നു. പക്ഷെ അവർക്ക് ലക്ഷ്യം എന്താണ്? അവർ ചെയ്യുന്ന ആ ഒരു ക്രൂര കൃത്യം, അതായത് അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് വരും തലമുറയെ പിന്നെ തടഞ്ഞു നിർത്തുക, അവരെയും കൂടി പഠിപ്പിക്കുന്ന രൂപത്തിലെ പ്രവർത്തനത്തിന്റെ ഗുരുതര വശം മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കണില്ല. എന്താ കാരണം? അവർക്ക് ഭക്ഷണം കിട്ടിയാൽ മതി, അവർക്ക് ശമ്പളം കിട്ടിയാൽ മതി, അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് ഒന്നും വേണ്ട. അല്ലാതെ അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാ. ഇപ്പൊ സൂറത്ത് യാസീൻ അത് ജീവിച്ചിരിക്കുന്ന ഉത്ബോധനമാണ് എന്ന് പറഞ്ഞ പരിശുദ്ധമായ ഖുർആനിനെ മരിച്ചോടത്ത് പോയി ഓതാൻ പഠിപ്പിക്കുന്നവരാ മുസ്ലിങ്ങൾ, ഈ മുസ്ലിയാക്കന്മാര്. ആ മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ അങ്ങനെയാണ്. ഇവർ ഖുർആൻ എന്ത് പറഞ്ഞു അതിന്റെ ഓപ്പോസിറ്റേ ഇവര് ജനങ്ങൾക്ക് പഠിപ്പിക്കുള്ളൂ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച എന്തായാലേ ഖുർആനിൽ എന്താണ് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന നിയമങ്ങൾ നിർദ്ദേശങ്ങളും അത് മറച്ചു പിടിക്കാൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ എത്തിച്ചു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമസ്ത പുറത്താക്കും, കുരുത്തക്കേട് പിന്നെ തട്ടും. പിന്നെ ഞാനിതുപോലെ പല കാര്യങ്ങളും ഇപ്പോൾ അവിടെ പിന്നെ സമസ്തയിലെ CK സ്വാദിഖ് മുസ്ലിയാരോടൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ കുരുത്തക്കേട് തട്ടിന്നാ പറയുന്നത്. ഇവർക്ക് തന്നെ ഇവരുടെ കയ്യിൽ സ്റ്റോക്ക് കുരുത്തക്കേട്. അല്ലാതെ ഒരു കാര്യം ചോദിച്ചാൽ അത് കൃത്യമായിട്ട് മറുപടി പറയുന്ന സംവിധാനം ഇല്ല. അപ്പോഴേക്കും ഒരു മുജാഹിദാക്കി മാറ്റും, അപ്പോഴേക്കും തല തിരിഞ്ഞു വഹാബിയായി പോയി. ഇതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പൊ ഇവർക്ക് ഭക്ഷണവും പിന്നെ വസ്ത്രം അതോടൊപ്പം തന്നെ താമസം അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട, അവർ ദുനിയാവിന്റെ കാര്യങ്ങൾ മാത്രം ജീവിക്കുന്ന, അത് മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ആര്? മുസ്ലിയാക്കന്മാര്. ഈ മുസ്ലിയാക്കന്മാര് എന്ന് പറയുന്നത് സമസ്ത രണ്ട് വിഭാഗം, ദക്ഷിണ ആരും ആയിക്കോട്ടെ, ആ വിഭാഗത്തിലൊക്കെ കൃത്യമായ അള്ളാഹുവിന്റെ ദീൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തവരൊക്കെ മുഴുവൻ ആ ലിസ്റ്റിൽ പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് റഹ്മത്തുള്ളാഹി കാസിമി ഇപ്പൊ അങ്ങനെ പറഞ്ഞത് കോമഡി ആയിട്ട് ആരും തള്ളണ്ട, യാഥാർത്ഥ്യമാണ്. കാരണം പണം ഉണ്ടാക്കണമെങ്കിൽ സമസ്ത പള്ളിയിൽ തന്നെ നിൽക്കണം. എത്ര പേര് നമ്മൾ ആക്ഷേപിച്ചിട്ടുണ്ട്, പണം കിട്ടിയിട്ടാണ് മുജാഹിദ് പിന്നെ ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത്. പൈസ കിട്ടിയിട്ടാണ് വഹാബികൾ പൈസ തന്നിട്ട് അന്നൊക്കെ പൈസ കിട്ടുന്നെങ്കിൽ അവിടെ നിന്നാ പോരെ കൂട്ടരെ, എന്തിനെങ്ങോട്ട് വരുന്നത്? ആ വിഭാഗത്തിൽ തന്നെ ഒരാഴ്ച വലിയ മഹലിലൊക്കെ പോയി നിൽക്കണം. മൊയിലാരെ സംബന്ധിച്ച് സാമ്പത്തികമായ സ്രോതസ് എന്തൊക്കെയാണ്? ഒരു ദിവസം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ലക്കിയാണ്. പിന്നെ അവിടെ നിന്ന് മൗലൂദായി, പിന്നെ യാസീനോത്തായി, പിന്നെ 40, അതേപോലെ ഖബറിങ്ങ പോയിട്ട് അവിടെ ഖത്തബര കെട്ടിയിട്ട് അവിടെ ഓത്ത്, അതേപോലെ തന്നെ 40 ആണ്ട്. ഇതിങ്ങനെ 40, 14, 13 ഒക്കെ ആയിട്ട് ഞങ്ങൾ കഴിയുന്ന സമയത്ത് അപ്പുറത്തൊരു വീട് താമസം. അപ്പോൾ അവിടെ പോയി ആ വീട് താമസം ആകുമ്പോഴേക്കും ഇവിടെ ഒരു പ്രസവം, അപ്പോൾ പേരിടലായി, അപ്പോഴേക്കും അവിടെ കുറ്റിയടിക്കൽ, അപ്പോഴേക്കും ഈ നേരത്തെ മരിച്ച ആൾ 40 ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ റഹ്മത്തുള്ളാഹി കാസിമി കോമഡി പറഞ്ഞാൽ യാഥാർത്ഥ്യം ഇല്ലേ? അപ്പൊ അതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ എൻ്റെ സഹോദരന്മാരോട് പറയാണ്, നിങ്ങൾ കൃത്യമായിട്ട് ഖുർആനും ഹദീസും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. സമസ്തങ്ങൾ നാളെ പരലോകത്ത് രക്ഷപ്പെടുത്തൂല. നിങ്ങൾ നാളെ പരലോകത്ത് സമസ്തയെ എതിർക്കും റബ്ബിന്റെ മുന്നിൽ വെച്ചിട്ട്. ആ ഒരു അവസ്ഥകൾ പഠിച്ച് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് കൃത്യമായി അള്ളാന്റെ ദീൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഈ പണ്ഡിതന്മാരും ഈ നേതാക്കന്മാരും ഈ ഔലിയാക്കന്മാരും നിങ്ങളെ സഹായിക്കാൻ അവിടെ ആരും ഉണ്ടാവില്ല പരലോകത്ത്. ഒക്കെ സ്വന്തം കാര്യം മാത്രം നോക്കേണ്ടുന്ന സാഹചര്യമാണ് പരലോകം എന്ന് പറഞ്ഞ. അപ്പോൾ അതുകൊണ്ട് അവിടെ രക്ഷപ്പെടണമെങ്കിൽ കൃത്യമായി അള്ളാഹിനെ പേടിച്ച് കൃത്യമായി ആ ഇസ്ലാമിൻ്റെ ആ നിയമങ്ങൾ നിർദ്ദേശങ്ങളും വരും തലമുറയ്ക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ അവരുടെ പ്രാർത്ഥന പോലും നിങ്ങളുടെ ഖബറിലേക്ക് കിട്ടും. ഒരു നന്മ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ ആ പഠിപ്പിച്ച കൂലി നിങ്ങൾക്ക് കിട്ടും. അത് ഏറ്റെടുത്ത് ചെയ്താൽ അതിൻ്റെ പ്രതിഫലവും നിങ്ങൾക്ക് നാളെ ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതൊരു പുണ്യകർമ്മമാണ്. അതെങ്കിലും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.